പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് ആണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് രണ്ട് വണ്ടികളാണ്. ഒന്ന് CI എഞ്ചിനാണ്. ഇപ്പോൾ CI എഞ്ചിൻ നിർത്തിയതിന് ശേഷം 2009 ലാസ്റ്റ് 2010 CI എഞ്ചിൻ നിർത്തിയതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള സ്റ്റാൻഡേർഡ് UC എഞ്ചിൻ രണ്ട് വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റൺ എഞ്ചിനാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അതായത് ലോ RPM ലോ സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ് CI എഞ്ചിൻ. പിന്നെ അതുമാതിരി തന്നെ 10.5 ക്രാങ്ക് വെയിറ്റ് ആയിട്ട് വന്ന വണ്ടി തന്നെയാണ് ഈ മറ്റേ UC എഞ്ചിൻ വരുന്ന സ്റ്റാൻഡേർഡും. അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ ലോ സ്പീഡിൽ പോകാൻ പറ്റിയ വണ്ടി തന്നെയാണ്. ഇത് രണ്ടും തമ്മിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ റെട്രോ സ്റ്റൈലിൽ തന്നെ കറക്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് ഈ UC വരുന്ന ക്ലാസിക് ഫസ്റ്റ് വന്ന ഒരു ബാച്ചിൽ വന്ന വണ്ടി. കറക്റ്റ് ആ ഒരു ടാങ്കിന്റെ സൈസായാലും എല്ലാം കൂടെ ആ ടാങ്കിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം അതേമാതിരി തന്നെ ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ UCയിൽ വന്നത്. അപ്പോൾ CI എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. പിന്നെ 1985 മോഡലാണ് അത് വണ്ടി വരുന്നത്, 85 മോഡൽ. ഇത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് എഞ്ചിനൊക്കെ 10.5 ആക്കിയിട്ടുണ്ട്. ക്രാങ്ക് വെയിറ്റ് 10.5 ആണ്. പിന്നെ ഈ CI എഞ്ചിൻ എടുക്കുന്ന ആളുകൾ ഒരുപാട് CI എഞ്ചിൻ്റെ കാര്യത്തിൽ സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് വെയിറ്റ് ഉള്ള വണ്ടിയും ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ക്രാങ്ക് വെയിറ്റുള്ള വണ്ടി G2 വണ്ടിയൊക്കെ ശരിക്കും ടോപ്പ് സ്പീഡ് കുറവായിരുന്നു. മാക്സിമം ടോപ്പ് സ്പീഡ് അവർ പറഞ്ഞിരുന്നത് 70 കിലോമീറ്റർ സ്പീഡായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന സ്ലോ സ്പീഡായിരുന്നു. അതായത് G2ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറഞ്ഞാൽ സ്ലോ സ്പീഡ്, അപാര സ്ലോ സ്പീഡ് കപ്പാസിറ്റിയാണ് വണ്ടിക്ക്. അതേമാതിരി അത്രയും ടൈമിങ് സൈലന്റും ആയിരിക്കും. ആ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് G2നെ സംബന്ധിച്ചിടത്തോളം വന്നത്. ഇപ്പൊക്കെ G2 എന്ന് പറഞ്ഞ സംഗതി ഒരുപാട് വർക്കൊക്കെ എടുത്ത് ഇപ്പം ഇറങ്ങുന്നതുകൊണ്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, അതായത് പഴയ സ്മൂത്ത്നെസ് ചിലപ്പോൾ ഇപ്പോഴത്തെ G2ന് കിട്ടിക്കോളണമെന്നില്ല. പഴയ G2 എന്നുള്ളത് 1970 തോന്നുന്നു, 70-ന് മുന്നേ ഉള്ള വണ്ടികളാണ്. പിന്നെ ശരിക്ക് G2 ഫുൾ ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ആയിരുന്നു. അതിന് ശേഷമാണ് മദ്രാസ് മോട്ടോർ കമ്പനി റോയൽ എൻഫീൽഡ് ഏറ്റെടുക്കുകയും പിന്നെ എഞ്ചിൻ B1 വരികയും ചെയ്ത്. അപ്പം G2നെ കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയാൻ ഈ വണ്ടിനെ കുറിച്ച് ഞാൻ കുറഞ്ഞ ടൈമിൽ വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് രണ്ട് വണ്ടിയെ കുറിച്ച് കമ്പാരിറ്റീവ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കേണ്ട ഒരു വണ്ടിയാണ് CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. CI എഞ്ചിൻ വണ്ടി കിട്ടണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യാൻ എക്സ്പെൻസീവ് അല്ല. ഏകദേശം ഒരു മാക്സിമം ഒരു 30,000 നമുക്ക് നിലനിർത്താവുന്നുള്ളൂ ഒരു CI വണ്ടി റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ റീസ്റ്റോറേഷൻ ഒരു മിനിമം എന്തായാലും 40,000 നമ്മൾ മുറയ്ക്കാനേ റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു വണ്ടി 42 എബോ പോകും. പക്ഷെ ഒരിക്കലും ഈ ഒരു വണ്ടി ആ റേഞ്ചിൽ നമുക്ക് റീസ്റ്റോർ ചെയ്താൽ ആവില്ല എന്നുള്ളതാണ്. പിന്നെ കംപ്ലീറ്റ് ആ റെട്രോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ബ്രേക്ക് കാര്യങ്ങളാണെങ്കിലും ബാക്കിൽ റിയർ ബ്രേക്കാണ്, ഫ്രണ്ട് ബ്രേക്കാണ്, എല്ലാ ബ്രേക്ക് ആണെങ്കിലും കൂടെ സെയിം ഇതിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ ആകെയുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്കിന്റെ മോണോഗ്രാം ഇത് വരുന്നത് ഈ ഒരു സംഗതിയിലാണ് മാറ്റങ്ങൾ റോയൽ എൻഫീൽഡ് കൂടുതലായിട്ട് ടാങ്കിന്റെ മുകളിൽ വരുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഇറങ്ങിയ മോഡലിൽ ഇത് തന്നെ ആയിരുന്നെങ്കിലും കൂടെ പിന്നെ വന്നിട്ട് ഈ ഒരു സ്റ്റിക്കറിലേക്ക് പോയി. ഈ സ്റ്റിക്കർ ടൈപ്പ് 3D ടൈപ്പ് സ്റ്റിക്കറിലേക്ക് പോയി. ഈ സ്റ്റിക്കർ ഫെയിലർ ആയിരുന്നു. ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിക്കൊക്കെ ഇതേമാതിരി തന്നെ സെയിം കാറ്റഗറിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോയിരുന്ന ആ ഒരു ഡിസൈൻ നിലനിർത്തിയ ഒരു വണ്ടിയാണ്. എഞ്ചിൻ മാത്രമേ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം തന്നെ സെയിം ആയിരുന്നു. പിന്നെ ഈ ഒരു വണ്ടി CI എഞ്ചിൻ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ സാധാരണക്കാരൊക്കെ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല CI എഞ്ചിൻ. അതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഹാർലി ഡേവിഡ്സന്റെ വില ഉണ്ടായിരുന്ന സാധനം. ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരാളുള്ള ആളുകൾക്ക് ഒരു ഹാർലി ഡേവിഡ്സൺ കൊണ്ടെടുക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബാഗ് കൊണ്ടെടുക്കുന്ന ആ ഒരു വിലയായിരുന്നു ബുള്ളറ്റിലെ ആളുകൾ. കാരണം ഒരിക്കലും ഒരു സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന ആളുകൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല CI എഞ്ചിൻ. അത് ശരിക്കും കംപ്രഷനൊക്കെ ഡീകംപ്രഷനൊക്കെ ഓക്കെ ആക്കി ഇതിന് ശേഷം മാത്രമേ കിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കിക്ക് ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ കാലിന് തിരിച്ചടിച്ചിട്ട് കാലിന് ഉപ്പൂറ്റി പോകുന്ന ഒരു വിഷയമുണ്ട്. അതായത് അറിയാത്ത ആൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നു ഗിയർ ഷിഫ്റ്റ്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ ബ്രേക്ക് പെഡൽ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പെഡൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് ഇയാളും ബ്രേക്ക് മാറി ചവിട്ടി വണ്ടി ഏതെങ്കിലും ഇടിച്ചതിന് ശേഷം മാത്രമേ നിൽക്കുള്ളൂ. അങ്ങനെ ആ ഒരു വിഷയങ്ങളാണ് CI എഞ്ചിൻ ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പം കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ എടുത്ത് ഇതിന്റെ ആ ഒരു ക്രേസ് കൊണ്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ടോപ്പ് സ്പീഡ് കുറവായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഏത് വണ്ടി CI എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടി 2005-ന് ശേഷം 2009 ക്രാങ്ക് വെയിറ്റ് ആണ് വന്നിരുന്നത്. അതേപോലെ 1995-നും 2005-നും ഇടയിലുള്ള വണ്ടി കുറച്ച് ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഇത് ടോപ്പ് സ്പീഡ് ഉദ്ദേശിച്ചിറക്കിയ വണ്ടിയാണ് കേട്ടോ. അതായത് ടോപ്പ് സ്പീഡിൽ അധികം പോകാൻ പറ്റില്ല. ക്രാങ്ക് വെയിറ്റിലെ വണ്ടിക്ക് ടോപ്പ് സ്പീഡിൽ അധികം പോകാൻ പറ്റില്ല. മാക്സിമം 70-80 ആ റേഞ്ചിൽ മാത്രമേ മാക്സിമം സ്പീഡ് പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ സ്പീഡ് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ലോ ക്രാങ്ക് വെയിറ്റിൽ വണ്ടി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത്
എടുക്കുന്നേക്കാളും നല്ല ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു UC സ്റ്റാൻഡേർഡ് എടുക്കുകയാണെന്നല്ല ഒരു വണ്ടി കൊണ്ടെടുക്കുന്നതെന്നല്ല. കാരണം അത്രയും ഒരു ടോർക്ക് കുറവായിരിക്കും വണ്ടിക്ക്. അത് സ്ലോ സ്പീഡിൽ പോകാൻ പറ്റില്ല. നമുക്ക് സ്ലോ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് പഴയ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ലോ സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ക്രാങ്ക് വെയിറ്റിലെ വണ്ടി എടുക്കുക. ക്രാങ്ക് വെയിറ്റിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു പിന്നെ എക്സോസ്റ്റിൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ അത്ര ബാസുള്ള നോസായിരിക്കും വരിക. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് 40ന്റെ ചോടെ ഒരു 30-35 സ്പീഡിൽ ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ക്രാങ്ക് വെയിറ്റ് ഇല്ലെന്ന് മനസ്സിലാക്കുക. 40 എത്തുമ്പോൾ തന്നെ വണ്ടി നല്ല ഇടിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഗിയറിൽ ഇടിച്ച് കളിക്കുകയാണ്, ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ്. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിഷയമുള്ളത്. പിന്നെ ഈ 2 വണ്ടിയും നിങ്ങൾക്ക് അതല്ല CNG വലിയൊരു വില കൊടുത്ത് CNG നിങ്ങൾക്ക് വലിയ വില എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കൊടുത്താൽ CNG നമുക്ക് ഇപ്പോൾ അങ്ങനെ ഇതേ രീതിയിലാക്കി എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 85 രൂപ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വില ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സംഖ്യ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു വണ്ടിക്ക് റേഞ്ച് വരില്ല. ഈ ഒരു വണ്ടിയും ആ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ CNGന്റെ ഒരു എഞ്ചിൻ അല്ല എന്നല്ലാതെ കറക്റ്റ് ആ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും CNGന്റെ അത്ര തന്നെ പിന്നെ സ്ലോ സ്പീഡിൽ പോകാൻ പറ്റില്ല എങ്കിലും കൂടെ ഈ ഒരു വണ്ടി അടിപൊളിയാണ്. ഇപ്പൊ CNGയിൽ പോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ആ വണ്ടി ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. മറ്റേ UC എഞ്ചിനാണ്. അതായത് പ്രൈസ് വൈസ് നമുക്ക് വലിയ മുടക്കില്ലാതെ പിന്നെ കിട്ടുന്ന വണ്ടിയും UC എഞ്ചിനാണ്. പക്ഷെ ഇതൊക്കെ കുറച്ച് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രീമിയം ലെവലിലേക്ക് പോയി എന്ന് പറയാം. CNG വണ്ടി അത്യാവശ്യം വർക്ക് എടുത്ത വണ്ടിക്കൊക്കെ 1.5 ലക്ഷം റുപ്യന്റെ മുകളിലൊക്കെ കൊടുക്കേണ്ടി വരും. 1.25-1.5 ലക്ഷം റുപ്യൊക്കെ ഓരോ ഏരിയക്ക് അനുസരിച്ച് മുകളിൽ പുതിയ വണ്ടിന്റെ ഇപ്പൊ പുതിയ ഇറക്കുന്ന ഒരു വണ്ടിന്റെ 100-ഒക്കെ റേഞ്ച് കൊടുത്താലേ നമുക്ക് ഒരു പഴയ CNG വണ്ടി കിട്ടുള്ളൂ. പിന്നെ അതന്നെ പക്ക കറക്റ്റ് ലെവലിൽ നമ്മൾ വർക്ക് എടുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വില നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ CNG വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ഒരു ലോ റേഞ്ചിൽ 60-70 രൂപ CNG പഴയ വണ്ടി ഒന്നും അല്ലാത്ത രീതിയിൽ പക്ക വർക്കിംഗ് അല്ലാത്ത രീതിയിലാണെങ്കിൽ എടുത്താൽ പോലും നിങ്ങൾക്ക് അതായത് ഏറ്റവും നന്നാവുക എന്നുള്ള വർക്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾ നിങ്ങളുടെ രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ വർക്ക് എടുത്തിട്ട് വണ്ടി പക്ക ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ പാതി വൈക്കെല്ലാം ലോക്കൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുറഞ്ഞ രീതിയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല വിലക്ക് വണ്ടി വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു വണ്ടി വർക്കുള്ള ഒരു വണ്ടി എടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കുള്ള റണ്ണിങ് കണ്ടീഷനുള്ള വണ്ടി എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നാലും ആ ഒരു കോസ്റ്റേ വരുള്ളൂ. അതല്ല എങ്കിലും ഒരു മീഡിയം ലെവലിലായ വണ്ടിക്കും കൂടെ നിങ്ങൾ ചിലവാക്കുകയാണെങ്കിലും പെയിന്റിംഗ് റേറ്റ് ആണെങ്കിലും ബാക്കി ബഫിംഗ് നിക്ലിംഗ് റേറ്റ് ആണെങ്കിലും ഒക്കെ സെയിം ആണ്. ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ. നിങ്ങൾ ഇത് പറ്റ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പറ്റടി വീക്ക് ആയാലും എഞ്ചിൻ ഫിറ്റ് ആണെങ്കിൽ പറ്റ വീക്കാണ് നോർമൽ ആണെങ്കിൽ നോർമൽ കണ്ടീഷന് കുറച്ച് വില കൂടുതലായിട്ട് ഒരു CNG ചോദിക്കും. അതുകൊണ്ട് എടുക്കാൻ താല്പര്യം ഒന്നുകിൽ പക്ക ഫിനിഷിംഗ് ഉള്ള വണ്ടി പെയിന്റിംഗ് ആണെങ്കിലും മറ്റേ കാര്യം പക്ക ഫിനിഷിംഗ് ഉള്ള വണ്ടി എടുക്കുക. അതല്ല എങ്കിൽ പറ്റ പോയിട്ടുള്ള അതായത് വർക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിൽ വണ്ടി എടുക്കുക. നമുക്ക് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വർക്ക് എടുത്താനുള്ള വൃത്തിയാക്കിയിട്ട് പിന്നെ കണ്ടീഷനായി കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ CNG ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും ലോ സ്പീഡിൽ ഇത് പെട്ടെന്ന് യങ്സ്റ്റേഴ്സിന് ഒരു പറ്റിയ വണ്ടി ഞാൻ പറയില്ല. ലോ സ്പീഡിൽ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾ അതായത് ഹൈ സ്പീഡിൽ വണ്ടി റേസ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയ ആളുകൾ ഒരിക്കലും CNGയിലേക്ക് പോകരുത്. അത് പെട്ടെന്ന് ഹൈ സ്പീഡ് വളരെ കുറവായിരിക്കും വണ്ടിക്ക്. ക്രാങ്ക് വെയിറ്റിൽ വണ്ടിക്കാണ് ഹൈ സ്പീഡ് കുറവായിരിക്കും. പിന്നെ ഒരു പ്രശ്നം പെട്ടെന്ന് ഓവർടേക്കിംഗ് ചിലപ്പോൾ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഓവർടേക്കിംഗ് ക്രാങ്ക് വെയിറ്റ് ഹെവിയുള്ള വണ്ടി ഓവർടേക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് പിടിച്ച് കയറുമല്ലോ വണ്ടി. അപ്പോൾ അതിനൊക്കെ നല്ലത് നമ്മൾ UC എഞ്ചിൻ തന്നെയാണ്. കുഴപ്പമില്ലാതെ പിന്നെ സ്പീഡ് എടുക്കുന്ന വണ്ടിയാണ്. 19 bhp പവറാണ് പഴയമുള്ള വണ്ടിക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് പറഞ്ഞ G2 പറഞ്ഞ 70 km/h പിന്നെ ടോപ്പ് സ്പീഡ് ഇതിൽ വരുന്ന CNG വരുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ടോപ്പ് സ്പീഡ് എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ CNG എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ നല്ലോണം നോക്കണം. ക്രാങ്ക് വെയിറ്റിലെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് വേറൊരു വർക്ക്ഷോപ്പിലേക്ക് കാണിച്ചതിന് ശേഷം ക്രാങ്ക് വെയിറ്റിൽ വണ്ടിയാണോ നോക്കുക. ചില വണ്ടികൾ പുറത്തുനിന്ന് ഇറക്കി കൊണ്ടുവരുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടികൾ അതിൽ 99% വണ്ടി ക്രാങ്ക് വെയിറ്റ് ഉണ്ടാവാറില്ല. ആ G2 ആണെങ്കിൽ ഇപ്പോൾ ചില G2 വണ്ടി കഴിച്ചിട്ട് ക്രാങ്ക് വെയിറ്റില്ലാതെ ഒരു G2 സാധാ ക്രാങ്ക് ഇട്ടിട്ട് കൊടുത്ത വണ്ടികളൊക്കെ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ വർക്ക്ഷോപ്പിന് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മനസ്സിലാവും, മെക്കാനിക്കിന് മനസ്സിലാവും ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്നുള്ള. അതല്ല നിങ്ങൾക്ക് ഓടിച്ചിട്ട് ഒരു ടോപ്പ് ഗിയറിൽ 30-35 സ്പീഡിൽ സ്ലോ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് വണ്ടി ഇടിക്കാതെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന വണ്ടി ക്രാങ്ക് വെയിറ്റ് ഉണ്ട്. അതെല്ലാം 40 എത്തുമ്പോഴേക്ക് തന്നെ വണ്ടി കുത്തി കളിക്കുന്ന വണ്ടി ക്രാങ്ക് വെയിറ്റ് ഇല്ല. അതാണ് നിങ്ങൾ ഓടിച്ചു നോക്കി മനസ്സിലാക്കാനുള്ളത്. ബാക്കിയുള്ള എഞ്ചിന്റെ തമ്പ് കേട്ട് കഴിഞ്ഞാൽ അറിയുന്ന ആളുകൾക്ക് അറിയും ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് നല്ലോണം ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടികൾ ഒരുപാട് അതർ സ്റ്റേറ്റ് വണ്ടികളുണ്ട്. അതെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ CNGയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പിന്നെ കമന്റ് ചെയ്യാം. അപ്പോൾ അതിന് കറക്റ്റ് മറുപടി വരുന്നതാണ്. അല്ലെങ്കിൽ അതിൽ വാട്സപ്പ് നമ്പറിലേക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്ന ഇനി വിളിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ആ G2ന്റെ കാര്യങ്ങൾ CNGന്റെ കറക്റ്റ് കാര്യങ്ങൾ G2 എന്താണ് എന്നുള്ള കറക്റ്റ് കാര്യം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.
വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടിൻ്റെ വണ്ടിയുടെ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് സാരി കാർഡ് വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഇൻക്ലൂഡ് സാരി കാർഡാണ്. അത് ഇൻക്ലൂഡ് സാരി കാർഡാണ് വന്നിട്ടുള്ളത്. ഇൻക്ലൂഡ് സാരി കാർഡ് ഇല്ല എന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഫസ്റ്റ് വന്ന വണ്ടിക്ക് സെയിം മോണോഗ്രാമായി റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വന്ന വണ്ടിക്ക് പിന്നെ ആ സ്റ്റിക്കർ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. സ്റ്റിക്കർ ടൈപ്പ് ഫെയിലർ ആയിരുന്നു. ഇതിന്റെ വേറെ വിഷയങ്ങൾ ഒരുപാട്, ഡ്രസ്സൊക്കെ കൊളുത്തി കീറുന്ന വിഷയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു മെറ്റൽ പീസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ എന്നാലും ആ ഒരു റെട്രോ സ്റ്റൈൽ, ഒരു പഴയ ഒരു വിന്റേജ്, പിന്നെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ലുക്ക് തന്നെയാണ്. മറ്റേതൊരു പുതിയ മോഡലിലേക്ക് പോയി. പിന്നെ ടൂൾ ബോക്സ് ആണെങ്കിലും പഴയ മോഡൽ ലോക്ക് സിസ്റ്റം ആയിരുന്നു. ഇത് ലോക്ക് സിസ്റ്റം അല്ല, തിരിച്ച് ഇതാക്കുന്ന ടൈപ്പ് ആയിരുന്നു. അല്ല, പുതിയ മോഡൽ ലോക്ക് സിസ്റ്റം ആണ് വരുന്നത്. തിരിച്ച് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിൽ പഴയ മോഡലിന് ചെറിയ ഡ്രം ആയിരുന്നു ഫ്രണ്ട് വന്നിരുന്നത്. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് പിന്നെ വലിയ ബ്രേക്ക് ഷൂ ആക്കിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്. പക്ഷെ ബ്രേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് കിട്ടുന്നുണ്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര സ്പീഡിലേക്ക് വണ്ടി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ആ ഒരു വിഷയമല്ല. അതേ ഈ ലോ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ അതേ സിസ്റ്റം നേരെ UC എഞ്ചിനിലേക്ക് അവർ കൺവേർട്ട് ചെയ്തപ്പോൾ അത് അത്യാവശ്യം ആളുകൾ അടിച്ച് മറ്റേ സ്പോർട്ട് വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ബ്രേക്ക് ലോക്ക് ആവാൻ തുടങ്ങി. അങ്ങനത്തെ പ്രശ്നം ഒരുപാട് ആ വണ്ടിക്ക് UCക്ക് ഉണ്ടാകാനുള്ള കാരണം തന്നെയാണ്. ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ആ വണ്ടി ഉപയോഗിച്ച കുഴപ്പമില്ല. അതല്ല, ആ വണ്ടി ഉപയോഗിക്കുന്ന ആൾ ബാക്കിയുള്ള സ്പോർട്ട് വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ മാതിരി കുടിച്ചു കഴിഞ്ഞാലാണ് അതിന് പ്രശ്നങ്ങൾ വന്നിരുന്നത്. അപ്പൊ ഇത് എഞ്ചിൻ മാറ്റി, എഞ്ചിൻ അതിലേക്ക് എടുത്തു വെച്ചു. ആ എഞ്ചിൻ ഇതിലേക്ക് എടുത്തു വെച്ച് ബാക്കിയുള്ള എല്ലാ സിസ്റ്റവും സെയിമായി ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ റോയൽ എൻഫീൽഡ് ബ്രേക്കിന്റെ ഒരു വിഷയം, പ്ലേറ്റിന്റെ ബെൻഡാവുന്ന ഒരു വിഷയം നല്ല ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ. അതായത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നതെന്ന് റോയൽ എൻഫീൽഡ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ തെറ്റിദ്ധാരണ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അത് പിന്നെ ചെക്കന്മാരുടെ അടുത്ത് വണ്ടി അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രേക്കിന്റെ ലൈനറിന് കംപ്ലൈന്റ് വന്നു. പിന്നെ ബ്രേക്ക് ഷൂ പ്ലേറ്റ് ബെൻഡായി, ബ്രേക്ക് ലോക്കായി എന്നുള്ള പ്രശ്നം തുടക്കത്തിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു റോയൽ എൻഫീൽഡ്. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. തുടക്കത്തിലൊരു ധാരണ അതായിരുന്നു. ലെജൻഡ് റൈഡേഴ്സ് ഉപയോഗിച്ചിരുന്ന CI എഞ്ചിൻ എന്ന വണ്ടി അതേ ഒരു ഡിസൈനിൽ, ആ ഒരു ഡിസൈൻ ഇപ്പോഴും റോയൽ എൻഫീൽഡ് കീപ്പ് ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളിലും എന്നുള്ളതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന J സീരീസിലും കൂടി ആ ഒരു റെട്രോ സ്റ്റൈല് പോലും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഒരു കമ്പനിയെ ഈ ഒരു അവകാശപ്പെടാൻ പറ്റുള്ളൂ സ്പെയർ പാർട്സ് ഒറിജിനൽ സപ്ലൈ ഉണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നു കേട്ടോ, അറിയാത്ത കമന്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന് മാത്രമേ ഇപ്പോഴും CI എഞ്ചിന്റെ പാർട്സുകൾ ഒറിജിനൽ കിട്ടുമെന്നുള്ളതാണ് ഈ വണ്ടിക്ക് ഇപ്പോഴുള്ള വാല്യൂ എന്നുള്ളത്. ബാക്കിയുള്ള ഒരു വണ്ടികൾക്കും ഒറിജിനൽ പാർട്സ് കിട്ടില്ല, ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആണ്. പക്ഷെ ഒരുവിധം 90% പാർട്സും ഇപ്പോഴും അവൈലബിൾ ആണെന്നുള്ള വലിയ അത്ഭുതകരമായ ഒരു സത്യം തന്നെയാണ്. ആ ഒരു കാര്യം അവകാശപ്പെടാൻ റോയൽ എൻഫീൽഡിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. സ്പെയർ പാർട്സിന്റെ കാര്യത്തിൽ ഇത്രയും സ്പെയർ പാർട്സ് ഇത്രയും വർഷങ്ങളായിട്ട് വണ്ടിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ അധികം ലെങ്തി ആക്കുന്നില്ല. അതായത് ഞാൻ CI എഞ്ചിന്റെ G2 എന്ന വേർഷനെ കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.